അപ്പൊ നമ്മളോടൊപ്പം ഇന്ന് കൃഷി പഠിക്കാനുള്ളത് എവിടുന്നാണ്? മലപ്പുറം. ഇവര് പെരുമ്പടപ്പ് പഞ്ചായത്തുകാരാണ്. ഇങ്ങോട്ട് വരാൻ നോക്കിട്ട് എത്ര ദിവസമായി എന്നെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഒരു മാസമായിട്ട് ഇവരെന്നെ നിരന്തരം ശല്യപ്പെടുത്തിട്ട് ഞാൻ ഇന്നാണ് ഡേറ്റ് കൊടുത്തത് കേട്ടാ. കാരണം നമുക്ക് പല പല കാര്യങ്ങളുള്ളതുകൊണ്ട് ഇവർക്ക് ഞാൻ ഡേറ്റ് കൊടുത്തില്ല. അപ്പൊ ഇവരിന്ന് നിർബന്ധം പിടിച്ച് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവരുടെ കൃഷിക്കാഴ്ചകളാണ് കേട്ടാ. അല്ലേ? ഓക്കെ അല്ലേ? മലപ്പുറം ടീമാ. ഇവിടെ വെള്ളം നിൽക്കണോണ്ടാ ഇവിടെ ഫുള്ള് വെണ്ടി നിൽക്കണം. ഇവിടുത്തെ 10-200 കിലോ വെണ്ടാവുന്നതാണ് ചെത്ത. പോയെടുത്ത് രണ്ടാം ഫില്ല് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ചെറിയതായി നിൽക്കണം. മനസ്സിലല്ലേ? ഇനി വലിപ്പം വെക്കുന്ന സമയത്ത് ഇനി വില കിള്ളിക്കൊണ്ടിരിക്കും. ഇല നുള്ളു. ആ നിങ്ങളുടെ കണ്ടന്റ് ഒക്കെ ചെടിക്ക് വേണം. പല പല കണ്ടന്റ് കേട്ടാ. മാഗ്നീസ്, ബോറോൺ, പല പല സാധനങ്ങളുണ്ട്. കണ്ടാ ഇതെല്ലാം ഇത് കിട്ടും. ഇങ്ങനെയുള്ള പല പല ഇഷ്ടംപോലെ ഇതുണ്ട്. പല പല കമ്പനി കിട്ടും. കണ്ട ഇത് കണ്ട ഇങ്ങനെയുള്ള കണ്ടന്റ് ഒക്കെ പല പല സാധനങ്ങളൊക്കെ കിട്ടും. ഇത് നമ്മൾ അടുക്കള തോട്ടം ചെയ്യുമ്പോഴേലും കുറച്ച് കൊടുക്കണത് നല്ലതാണ്. നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്തെങ്കിലും കിട്ടണ്ടേ? അല്ലെ കുറെ ചാണകം മാത്രം ഇട്ട് കഴിഞ്ഞാല് കിട്ടുവാ? അത്രേ ഉള്ളു. ചാണകം കൊള്ളുന്ന ഇത്ര കൃഷി നടക്കില്ല. പണ്ടൊക്കെ ചാണകത്തിന് അത്ര ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പം ആവശ്യമുള്ള മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ ചെടിക്ക് കൃത്യമായ ഇടവേളയിൽ കൊടുക്കണം. നമ്മൾ ആഹാരം കഴിക്കുന്ന പോലെ തന്നെ. ഇത് സ്റ്റാർട്ടിങ് സമയത്ത് നമുക്ക് കൊടുക്കാം. 1 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലി. സ്പ്രേ ചെയ്യണമാണ് ഏറ്റവും നല്ലത്. ചില കുറച്ച് നല്ലത് അതാണ്. ഒരു 10 ദിവസം കൂടുമ്പോൾ കൊടുത്തോന്നേ. അപ്പം അങ്ങനെയുള്ള എല്ലാം നമുക്ക് ശരീരത്തിനായാലും എല്ലാ ആവശ്യമുള്ള സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് അസുഖങ്ങൾ പൊതുവെ കുറയുകയില്ലേ? നമുക്ക് ന്യൂട്രിയൻ്റ് ഡെഫിഷ്യൻസി ഉള്ളപ്പോഴാണ് അസുഖങ്ങൾ കയറി പിടിക്കുന്നത് പെട്ടെന്ന്. ചെടിയുടെ കാര്യം അങ്ങനെ തന്നെയാണ് അല്ലേ? അങ്ങനെയല്ലേ? അപ്പം നമ്മൾ എപ്പോഴും എല്ലാം ബാലൻസായി നിർത്തുക എന്നുള്ളതാണ്. ഇതിപ്പോൾ മൊത്തം ഒരു 1.5 ഏക്കർ കൃഷിയാണ് കേട്ടോ. ഇവിടെ പന്തൽ ഐറ്റംസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് മറ്റേ ഷീറ്റ് ഇട്ട് വരമ്പ ചെയ്യാൻ പറ്റില്ല. വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. അപ്പം ആണ് വേറൊരു മോഡൽ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ടാ വെള്ളം മിനിമത്തിൽ നിൽക്കും, ബാക്കിയുള്ള വെള്ളം ഒഴുകിപ്പോവും. മനസ്സിലായേ? അപ്പം ഇവിടെ നമുക്ക് വേനൽക്കാലത്തും മഴക്കാലത്തും ഒരേപോലെ കൃഷി നടക്കുന്ന സ്ഥലമാണ്. കണ്ടോ ഇവിടെ നമ്മൾ പീച്ചിലാണ് പന്തൽ കൃഷിയാണ് ഇരിക്കുന്നത്. കാഴ്ചയെ കുറെ കൊത്തിപ്പോവും. നമുക്കിവിടെ ഒരു 70% കിട്ടുള്ളൂ. ഒരു 30% ഡാമേജ് പോവും.